ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മാപ്പിള രുചി. ഇന്ന് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് മുംബൈയിലൊക്കെ ഫേമസ് ആയിട്ടുള്ള സ്ട്രീറ്റ് ഫുഡില്ലേ, പാവ് ഭാജി. അതാണ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. സോ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. പാവ് ഭാജി ആദ്യമൊക്കെ മുംബൈയിലെ ടെക്സ്റ്റൈൽസ് അതുപോലെ മിൽസ് വർക്കേഴ്സിന് വേണ്ടി ക്വിക്ക് ആൻഡ് ഫില്ലിംഗ് മീലായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഡിഷാണ്. ഇന്ന് ഇന്ത്യ മുഴുവൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ട്രീറ്റ് ഫുഡും കൂടിയാണ് പാവ് ഭാജി. അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം നമുക്ക് പാവ് ഭാജി മസാല പ്രിപ്പയർ ചെയ്യാം. അതിന് ഒരു കടായി ചൂടാക്കി അതിലേക്ക് 3 വറ്റൽമുളക്, 1 ടീസ്പൂൺ മല്ലി, അതുപോലെ വലിയ ജീരകം, ചെറിയ ജീരകം എല്ലാം 1 ടേബിൾ സ്പൂൺ മതി. ചെറിയ ലോ ഫ്ലെയിമിൽ വേണം ഇത് നന്നായിട്ടൊന്ന് വറുത്ത് ഡ്രൈ റോസ്റ്റ് ചെയ്യാൻ. ശേഷം 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ചാട്ട് മസാല, അതുപോലെ 1 സ്പൂൺ കസൂരി മേത്തി. അതിൻ്റെ കൂടെ ലാസ്റ്റായിട്ട് നമ്മൾ 1 സ്പൂണ് മുളക് പൊടിയും കൂടി ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇത് നന്നായി കൂളായ ശേഷം മിക്സിയിൽ പൊടിച്ചാൽ നമ്മുടെ ഹോം മെയ്ഡ് പാവ് ഭാജി മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഭാജി എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. ആദ്യം ഒരു കുക്കർ എടുക്കാം. ചൂടായതിന് ശേഷം അതിലേക്ക് ബട്ടർ ആഡ് ചെയ്യുക. അതിലേക്ക് ചെറുതായി അരിഞ്ഞ സവാള ചേർത്ത് സോഫ്റ്റ് ആവുന്ന വരെ വഴറ്റുക. ശേഷം അതിലേക്ക് ഉപ്പ്, അതുപോലെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പാവ് ഭാജി മസാല ആഡ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ പ്യൂരിയും കൂടി ചേർത്ത് നന്നായി ഒന്ന് കുക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് വെജീസ് ഒക്കെ ആഡ് ചെയ്യാം. നിങ്ങളുടെ വീട്ടിൽ ഏതൊക്കെ വെജിറ്റബിൾസ് അവൈലബിൾ അതെല്ലാം ആഡ് ചെയ്യാം. സോ ഞാൻ ഇന്നിവിടെ ആഡ് ചെയ്യുന്നത് പൊട്ടാറ്റോ, അതുപോലെ കുറച്ച് ക്യാരറ്റ്, ഗ്രീൻ പീസ്, ദെൻ കോളിഫ്ലവർ, ക്യാപ്സിക്കം. ഇനി ഇതിൻ്റെ കൂടെ ചെറുതായി കട്ട് ചെയ്ത ഗാർലിക്കും ഗ്രീൻ ചില്ലിയും കൂടി ചേർക്കുക. ഇനി കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് 1 ടീസ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് 2 വിസിൽ വരെ കുക്ക് ചെയ്യാം. ഇനി പ്രഷർ പോയതിന് ശേഷം തുറന്ന് എല്ലാം നന്നായി ഒന്ന് മാഷ് ചെയ്യുക. അതിൻ്റെ മേലേക്ക് നന്നായി സ്മാഷ് ചെയ്തിട്ട് അതിൻ്റെ മേലേക്ക് 1 ക്യൂബ് ബട്ടറും അതുപോലെ ഫ്രഷ് ലെമൺ ജ്യൂസും ആഡ് ചെയ്തിട്ട് അതിൻ്റെ മേലെ കുറച്ച് മല്ലിയിലയും കൂടി മിക്സ് ചെയ്ത് നമ്മുടെ പാവ് ഭാജി മസാല റെഡി ആയിട്ടുണ്ട്. ഇനി പാവ് രണ്ടായി കട്ട് ചെയ്തിട്ട് ഒന്ന് ബട്ടറിൽ 2 സൈഡ് ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ ഒന്ന് ടോസ്റ്റ് ചെയ്യാം. നന്നായി ടോസ്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്കിത് സെർവ് ചെയ്യാം. സെർവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഭാജിയുടെ മുകളിൽ കുറച്ചൊരു ബട്ടർ സ്പ്രെഡ് ചെയ്യണം. അതുപോലെ സൈഡിൽ ചെറുതായി അരിഞ്ഞ ഒനിയനും അതുപോലെ ഗ്രീൻ ചില്ലിയും കുറച്ച് ലെമൺസും ഇതെല്ലാം കൂടിയും ആഡ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് വേണം ഇത് കഴിക്കാൻ. ഇത്ര ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ പാവ് ഭാജി ഉണ്ടാക്കാൻ പറ്റും. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ പുതിയ റെസിപ്പി അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. സോ പ്രസ് ചെയ്യുക. പാവ് ഭാജി ടേസ്റ്റ് മാത്രമല്ല, ഇപ്പോൾ ഇത്രയും വെജിറ്റബിൾസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു ഡിഷുമാണ്. കുട്ടികൾക്കൊക്കെ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാൻ മടിയുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. സോ ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.